Welcome to I Plus Training Solutions. I Plus Training Solutionന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ് എഡ്യൂക്കേഷൻ പേപ്പറിന്റെ ഡിസംബർ 2024 ക്വസ്റ്റ്യന്റെ പാർട്ട് 5 ആണ്. ഇതോടുകൂടി നമ്മുടെ ആ പോർഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഡിസ്കഷൻ കംപ്ലീറ്റഡ് ആകും. ഇതിനകത്ത് ഏകദേശം ഒരു ബാലൻസ് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. So, the term triadic reciprocal causation. Triadic reciprocal causation is associated with which theory? Freud, Piaget, Bandura and Erikson theory. ഈ തന്നിരിക്കുന്ന triadic reciprocal causation theory causation എന്ന് പറയുന്ന ടേം ഏത് തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഫ്രോയിഡ്, പിയാഷെ, then ബന്ദുര, then comes എറിക്സന്റെ തിയറി. നമുക്ക് ഒരു കാര്യം അറിയാം, ഫ്രോയിഡിന്റെ തിയറി ഏതാണ്? നമ്മൾ പറയുന്ന സൈക്കോ അനലിറ്റിക് തിയറി അല്ലേ? ദെൻ പിയാഷയുടെ തിയറി നമുക്കറിയാം അല്ലെ, ഡെവലപ്മെന്റൽ തിയറിക്കാണ് പിയാഷയുടെ തിയറി പറയുന്നത്. ദെൻ അടുത്ത ബന്ദുരയുടേത് എന്താണ്? യെസ്, സോഷ്യൽ ലേണിംഗ് തിയറിയാണ് ബന്ദുരയുടേത്. ഓക്കെ, ഇനി അടുത്തത് എറിക്സന്റെ തിയറി, അതും സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള ഇതാണ്. ഇനി ഇതിനകത്ത് ബന്ദുരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഇല്ലേ, അതാണ് ശരിക്കും അതിന്റെ കോർ കോൺസെപ്റ്റ് ആണ് ട്രയാഡിക് റെസിപ്രോക്കൽ കോസേഷൻ എന്ന് പറയുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഹ്യൂമൻ ബിഹേവിയർ ആസ് എ ഡൈനാമിക് ഇന്റർപ്ലേ ബിറ്റ്വീൻ 3 ഫാക്ടർ. ട്രയാഡിക് എന്ന് പറയുന്ന 3 ഫാക്ടറിനിടയ്ക്ക് വെച്ച് ഹ്യൂമന്റെ എന്താണ് ബിഹേവിയർ ഇന്റർപ്ലേ നടത്തുന്നത്. ഏതാണ് ശരിക്കും പേഴ്സണൽ ഫാക്ടേഴ്സ്? ദെൻ ആ പേഴ്സണൽ ഫാക്ടേഴ്സ് ഏതാണ്? ഇന്റേണൽ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബയോളജിക്കൽ ഇവന്റ്സ്. ഇതാണ് പേഴ്സണൽ ഫാക്ടേഴ്സ്. ഏതാണ് 3 ഫാക്ടേഴ്സ്? പേഴ്സണൽ ഫാക്ടേഴ്സിനും ബിഹേവിയറിനും എൻവയോൺമെന്റിനും ഇടയ്ക്ക് എങ്ങനെയാണ് ഈ പറയുന്ന എന്താണ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ ഡൈനാമിക് ഇന്റർപ്ലേ ബിറ്റ്വീൻ എന്നാ പറഞ്ഞത്. സോ അത് ഏതിനിടയ്ക്ക്? പേഴ്സണൽ ഫാക്ടേഴ്സിനും ബിഹേവിയറിനും എൻവയോൺമെന്റിനും ഇടയ്ക്ക് എങ്ങനെ ഇന്റർപ്ലേ നടത്തുന്നു. പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്റേണൽ തോട്ട്, ദെൻ ഫീലിങ്സ് ആൻഡ് ബയോളജിക്കൽ ഈവന്റ്സ്. സോ അപ്പൊ ഇത് പ്രകാരം ഏതാണ് ശരിക്കും? ബന്ദുരയുടെ തിയറിയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഹിയർ ഓപ്ഷൻ 3 ബന്ദുരയുടെ തിയറിയാണ് ട്രയാഡിക് റെസിപ്രോക്കൽ കോസേഷൻ അസോസിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is not correct about Vygotsky socio-cultural theory? Okay, theory of development. Okay, child's cultural development appears twice, first on social level and later on individual level. അത് correct ആണ്. Then next, human activities takes place in a cultural settings. വേണം, socio-cultural theory തന്നെ അതല്ലേ. Then intra-psychological functions comes first, then inter-psychological. ശരിക്കും വൈഗോവ്സ്കി പറയുന്നത് തന്നെ സൊസൈറ്റി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രാസൈക്കോളജിക്കൽ ഇതിനോടൊപ്പം തന്നെയാണ് ഇന്റർ സൈക്കോളജിക്കലും എന്നാണ് വൈഗോവ്സ്കി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ 3 നമുക്ക് ഇൻകറക്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഡെവലപ്മെന്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യലി ഷെയർഡ് ആക്ടിവിറ്റീസ് ഇൻടു ഇന്റർണലൈസ്ഡ് പ്രോസസ്. അതൊക്കെ കറക്റ്റ് ആണ്. സോ which of the following statement is not related to Freudian psychoanalytical approach? ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് പ്രകാരം ഏത് അപ്രോച്ച് ആണ് കറക്റ്റ് അല്ലാത്തത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത്? നോക്കൂ, ഇത് refers to the raw unorganized inherited part of personality. Superego has two subparts, conscience and ego ideal. Ego defense mechanism have adaptive value. Then superego helps to control ego impulses. ആദ്യത്തെ 3 നോക്കിക്കേ, ഇത് റെഫേഴ്സ് ടു റോ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളതിനെ ഇതെന്നാണ് പറയുന്നത് അല്ലേ? അൺഓർഗനൈസ്ഡ് ഇൻഹെറിറ്റഡ് പാർട്ടാണ്.
അത് ആനിമൽസിനും ഹ്യൂമനും എല്ലാം കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. സൂപ്പർ ഈഗോയ്ക്ക് 2 പാർട്ടുണ്ട്, കോൺസൈൻസും ഈഗോ ഐഡിയലും. കറക്റ്റ് ആണ്. ദെൻ ഈഗോ ഡിഫൻസ് മെക്കാനിസം ഹാവ് അഡാപ്റ്റീവ് വാല്യൂ. അതെ, അഡ്ജസ്റ്റ്മെന്റ് വാല്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈഗോ ഈസ് വർക്കിംഗ് ഓഫ്. Then last comes super ego helps to control ego impulses. ഒരിക്കലും സൂപ്പർ ഈഗോ അല്ല ഈഗോയെ കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് തിരിച്ചാണ്. സൂപ്പർ ഈഗോയെ ബാലൻസ് ചെയ്ത്, ഇതിനെയും സൂപ്പർ ഈഗോയെയും ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? ഈഗോ ആണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? സൂപ്പർ ഈഗോ helps to control ego impulses. Super ego helps to control ego impulses എന്ന് പറയുമ്പോൾ അതാണ് ഈ ഫ്രോയിഡിയൻ തിയറി പ്രകാരം, ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Put the 5 stages of design for Six Sigma in a correct order. ഇത് നമുക്ക് എപ്പോഴും ഒന്നും കേട്ട് വരുന്നൊരു, പരിചയിച്ചു വരുന്നൊരു സംഭവമല്ല. സിക്സ് സിഗ്മ ഓൾറെഡി സിക്സ് സിഗ്മ പ്രോജക്റ്റിന്റെ നമുക്ക് തിയറിയിൽ പഠിക്കാനുണ്ട്, പക്ഷേ അങ്ങനെ അങ്ങ് ചോദിച്ചു കണ്ടിട്ടില്ല. ഇതൊരു ന്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഓപ്ഷൻസ് കേൾക്കൂ. Design the process at a high level before moving on to a more detailed version. Then verify that the final iteration of product or process is approved by all customers and clients. Then define realistic goals and goals that suits customer requirements. Then analyze multiple options and alternative for the customer along with the estimated total life cycle of the project. Then measure and identify the customers critical to quality requirements and translate these into project goals. ഇതിന്റെ ഓപ്ഷൻസ് കുറച്ചൊരു ഇതാണ്, പക്ഷെ എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള തന്ന സെന്റൻസുകൾ തന്നെയാണ്. സോ ഇതിന്റെ 5 സ്റ്റേജസ്, ഓരോ സ്റ്റേജസും അതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആദ്യം വരുന്നത് ഡിഫൈൻ റിയലിസ്റ്റിക് ഗോൾസ്. നമ്മൾ ആദ്യം ഒരു റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യണം. അതാണ് ആദ്യം സിക്സ് സിഗ്മ പ്രോജക്റ്റിൽ വരുന്നത്. സോ അത് വരുന്ന ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. സോ അത് വരുന്ന ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് മീൻസ് 1ഉം 3ഉം. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ഉറപ്പിക്കാം, 1ഉം 3ഉം വെച്ച് അതിൽ നിന്ന് അടുത്തത് ഏതെന്ന് കണ്ടുപിടിക്കാം. അടുത്തത് നോക്കിക്കേ, അവിടെ തന്നെ ഇ ആണ് കിടക്കുന്നത്. രണ്ടിനും കോമൺ ഓപ്ഷൻ ഇ ആണ്. അപ്പൊ അതാണല്ലോ കറക്റ്റ് വരുന്ന അടുത്തത്. മെഷർ ആൻഡ് ഐഡന്റിഫൈ ദ കസ്റ്റമേഴ്സ് ക്രിട്ടിക്കൽസ് ടു quality requirements and translate these into project goals. അത് കഴിഞ്ഞു. ഇനി മൂന്നാമത് നോക്കൂ. മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം, അല്ലേ? അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് അതിന് അനുയോജ്യമായ ഒരെണ്ണം ഡിസൈൻ ചെയ്യണം. സോ അപ്പോൾ ഓപ്ഷൻ 3 വരും, അവിടെ ഡി വരും. ദാറ്റ് മീൻസ് അനലൈസ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് and alternative for the customers along with the estimated state. So ഇത് പ്രകാരം ഓപ്ഷൻ സി, ഇ, ഡി, എ ബി പിന്നെ ലാസ്റ്റ് വരുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഹിയർ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, ഇ, ഡി, എ, ബി. ഓപ്ഷൻ 1 is correct answer. Then next question. According to the leader member exchange theory, the subgroup of low quality exchange is viewed as. Leader member exchange theory. അത് പ്രകാരം ഔട്ട് ഗ്രൂപ്പ് ആണോ, ഇൻ ഗ്രൂപ്പ് ആണോ, അഡ്വൈസേഴ്സ് ആണോ, ഫോളോവേഴ്സിനെ ആണോ ലോ ക്വാളിറ്റി എക്സ്ചേഞ്ച് ഈസ് വ്യൂ ചെയ്യുന്നത്? ഇൻ ഗ്രൂപ്പ് ഷുഡ് ഹാവ് മച്ച് മോർ കൺട്രോൾ ഓവർ ദാറ്റ്. ദെൻ അഡ്വൈസേഴ്സിനും ഉണ്ടാകും, അവരുടെ ഫോളോവേഴ്സിനും ഉണ്ടാകും ആ ഒരു കൺട്രോൾ, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി എക്സ്ചേഞ്ച് ആയിരിക്കും നടത്തുന്നത്. ബട്ട് ഹിയർ ഔട്ട് ഗ്രൂപ്പ്സിന് അത്ര ഒരു കൺട്രോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ കറക്റ്റ് ആൻസർ വരുന്നത് ഔട്ട് ഗ്രൂപ്പ്. Okay, so according to the leader member exchange theory, the subgroup of low quality exchange is viewed as endana out group. Now arrange the following according to their licensing and usage flexibility. Usage flexibility licensing, ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തിലായിരുന്നു ഇങ്ങനൊരു കോഡ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Creative Common share alike, then public domain, Creative Common non-directive, Creative Common by
common by, then Creative Commons non-commercial. Okay, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Okay, so ഇവിടെ നോക്കൂ, ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് പറഞ്ഞു പോകാം. ദാറ്റ് മീൻസ് BDAEC ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് അതിന്റെ ഫോളോ ചെയ്യുന്ന ഇങ്ങനെയാണ്. ആദ്യം പബ്ലിക് ഡൊമൈൻ എടുക്കും, then പബ്ലിക് ഡൊമൈനിൽ നിന്ന് ക്രിയേറ്റീവ് കോമൺ ബൈ പോകും, അത് കഴിഞ്ഞിട്ട് we will go to Creative Commons share alike, then go to Creative Commons non-commercial, then comes to Creative Commons non-directive. So option 2 ആണ് correct answer ആയിട്ട് വരുന്നത്. Yes, here option 2 is the correct answer. Okay, now pick up the statements. Education is a subject matter of the central list. Correct statements edukana. Then the state of Karnataka has established its own state education policy commission to review NEP 2020 and to give the alternative policy for the state. And the government of India spent 6% of GDP on education. With multiple entry, multiple exit of NEP 2020, one can drop after 2 years of MBBS with a diploma in nursing. Then NEP 2020 promotes private participation in education through the philanthropy. Okay, so ഇതിലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിനകത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് മാത്രം പിക്കപ്പ് ചെയ്ത് എഴുതാൻ പറയുന്നു. നോക്കിക്കേ, MBBSനൊക്കെ ചേർന്നിട്ട് ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ഒക്കെ ആയിട്ട് മാറുമോ? ആദ്യം നോക്ക്, ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്. എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് കൺകറന്റ് ലിസ്റ്റിലാണെന്ന്. സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാ. അപ്പോ എ വരുന്നത് കംപ്ലീറ്റ് നമുക്ക് എടുത്ത് കളയാം. ഓക്കെ, ദെൻ അടുത്തത്, അപ്പൊ എ വരുന്നത് കംപ്ലീറ്റ് എടുത്ത് കളയുക എന്ന് പറയുമ്പോഴത്തേക്കും 3 എണ്ണവും പോയി. പിന്നെ ബി ആൻഡ് ഡി ഉള്ള ഇത് കറക്റ്റ് ആൻസർ. NEP 2020 പ്രൊമോട്ട് പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്റ്റേറ്റ് ഓഫ് കർണാടക എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി NEP റിവ്യൂ ചെയ്യാൻ വേണ്ടി. സോ ഓപ്ഷൻ ബി ആൻഡ് ഡി ആർ കറക്റ്റ് ആൻസർ. ആ ഒരൊറ്റ എ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എത്ര എണ്ണം കിട്ടി? ആ ഒരു കറക്റ്റ് ആൻസർ ഷട്ടേന്ന് കിട്ടി അല്ലേ? സോ അങ്ങനെ ചില സിറ്റുവേഷൻസിൽ സംഭവിക്കാം. നോക്കൂ, ബി ആൻഡ് ഡി ഉള്ളി, ബി ആൻഡ് ഡി ദി കറക്റ്റ് ആൻസർ. Okay, next, match the following with the Indian methods of knowing pramana. Indian methodsനെ ഇതിൽ ഏതിൽ കോമൺ ആയി വരുന്ന രീതിയിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അർത്ഥപതി, then അഭാവ, ഉപമാന, then ശബ്ദ. അതിന്റെ ഓരോന്നിന്റെയും റൈറ്റ് സൈഡിൽ അതിന്റെ മീനിങ്സും കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ വരേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. നോക്കൂ, അർത്ഥപതി വരുന്നത് he does not eat in daytime, he is fat, he eats in night. അതാണ് അർത്ഥപതി. അതായത് അവൻ എന്താണ് ആ ഒരു ഇതിടുന്നത്. പിന്നെ അഭാവ, ബി വരുന്നത് ചെയർ ഈസ് നോട്ട് എ ടേബിൾ. ആ ഒരു രീതിയിലാണ് ആ പ്രമാണ പറയുന്നത്. ദെൻ ഉപമാന, then അത് വരുന്നത് 4, the cow is different from domestic cow, must be a nilgai. Then shabda will comes at conceal is not a bone according to Veda. ഇനി ഇത് പറയട്ടെ, ഇത് ഓൾറെഡി പേപ്പർ 1 സാറ് വിശദമായിട്ട് ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഉപമാന, പ്രമാണ, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പേപ്പർ 1 സാറ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. Now in 1848, Savitribai Phule, along with her husband Jyotibai Phule and Fatima Sheikh, opened the first girls' school, and the school name was ഇതേ ഒരു സുബേദ സ്കൂൾ, ഫുലെ ശിക്ഷൻ മന്ദിർ, ബാൽ ഗന്ധർവ വിദ്യാലയ, ദെൻ പൂനെ വിദ്യാപീഠ്. ഇത് ശരിക്കും 1846 ഏതാണെന്നാണ്. ഇത് ഇവർ 3 പേരുമായിട്ട് ചേർന്നിട്ട് തുടങ്ങിയ സ്കൂളാണ്. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഫുലെ ശിക്ഷൻ മന്ദിർ ആവാനാണ് കുറച്ച് സാധ്യത വരുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ഫുലെ ശിക്ഷൻ മന്ദിർ. അതായത് ജ്യോതിറാവ് ഫുലെ, പിന്നെ അത് ജ്യോതിറാവ് ഫുലെ ആരാണ്? സാവിത്രിബായി ഫുലെയുടെ ഹസ്ബൻഡ് ആയിരുന്നു. സോ ഫാത്തിമ ഷേഖും കൂടി ചേർന്ന് തുടങ്ങിയത് ഫുലെ ശിക്ഷൻ മന്ദിർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഫ്രം ദ ഗിവൺ
event of instruction of Gagne. വീണ്ടും Gagne കണ്ടോ, നമ്മൾ ആലോചിച്ച് ഇതൊന്നും ഇല്ലേ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോന്നായിട്ട് കയറി വരുന്നത് കണ്ടോ. From the given event of instruction of Gagne, arrange the sequence. Provide reinforcement, stimulate recall or prior learning, describe goal and inform the learner of the objectives, provide guidance for learning, gain attention. നോക്കൂ, ഇതിന്റെ ഓപ്ഷൻസ് കറന്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ മതി. സോ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഇ, ഗെയിൻ അറ്റൻഷൻ ആണ് ആദ്യം. ദെൻ നെക്സ്റ്റ് കംസ് ഡിസ്ക്രൈബ് ദ ഗോൾസ് ആൻഡ് ഇൻഫോം ദ ലേണേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ദെൻ ബി വരുന്നത് സ്റ്റിമുലേറ്റ് റീകാൾ ഓഫ് പ്രയർ ലേണിംഗ്. ഡി provide guidance for learning. Then last comes provide reinforcement. അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ലാസ്റ്റ് ആണെന്ന് നമ്മൾ ഓർത്ത് വെക്കാലോ. പിന്നെന്താണ്, അറ്റൻഷൻ ഗെയിൻ ചെയ്യുക, അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കണം ആദ്യം വരുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ആദ്യവും അവസാനവും വരുന്നത് നോക്കി വെക്കുക. പിന്നെ ഇൻ ബിറ്റ്വീൻ വരുന്നതിനെ നമ്മൾ ചോയ്സ് സെലക്ട് ചെയ്ത് എടുക്കുക. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 with the list 2. Organizational development, statistical quality control, statistical process control, sustainable development. നോക്കിക്കോ, ഇതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനാണ്. Procedure is monitored and improvement affected by means of statistical technique. അതെവിടെ ആയിരിക്കും? Then planned change process with a continuous learning exercise. അതായിരിക്കുമല്ലോ ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്, ഒരു പ്ലാൻ ചേഞ്ചിങ് പ്രോസസ് ആയിരിക്കണം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കും. ദെൻ കംസ് എന്താണ്, ബെനിഫിറ്റ് ഷുഡ് എക്സീഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. എന്താണ്, ബെനിഫിറ്റ് ഒരിക്കലും കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റിന് ഷുഡ് എക്സീഡ് ചെയ്യുന്നു. ദെൻ വേരിയൻസ് ഫ്രം സ്റ്റാൻഡേർഡ് മെഷേഴ്സ് ഈസ് ട്രാക്കിംഗ് അപ്ലൈങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ബിയും സിയും മിക്കവാറും ഏതിന് വരും, ദാ 1ഉം 4ഉം ബിയും സിയുമായിട്ട് എങ്ങനെയെങ്കിലും മാച്ച് ചെയ്ത് വരാനുള്ള ചാൻസ് ആണ് കൂടുതലായി പറയുന്നത്. ഓക്കെ, സോ നോക്കൂ, ഏന്ന് കണ്ടോ, പ്ലാൻഡ് ചേഞ്ച് പ്രോസസ് വിച്ച് ഈസ് കണ്ടിന്യൂസ് ലേണിംഗ് എക്സസൈസ്. അതൊരു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബിയും സിയും സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നുള്ള ടേം ഇട്ട് നിങ്ങൾ പറഞ്ഞിരിക്കണം. അപ്പോൾ ബി വരുന്നത് 4ഉം, ദാറ്റ് വേരിയൻസ് ഫ്രം സ്റ്റാൻഡേർഡ് മെഷേഴ്സ് ഇസ് ട്രാക്കിംഗ്, അതാണ് ക്വാളിറ്റി കൺട്രോൾ വരുന്നത്. ദെൻ പ്രോസസ് കൺട്രോൾ, പ്രൊസീജിയർ കൺട്രോൾ ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്നത്. സോ ബി 4ഉം സി 1ഉം. ദെൻ അടുത്തത് ബെനിഫിറ്റ് ഷുഡ് എക്സീഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതറിയാമല്ലോ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന്, സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് തന്നെ മീറ്റിംഗ് ദ എന്താണ് നീഡ്സ് ഓഫ് ദ പ്രസന്റ്, എന്താണ്, without compromising the need for the future. Okay, so option 2 is the correct answer. The first written exam to test spelling achievement of student was used by, ആരാണ് യൂസ് ചെയ്തതെന്ന്? ജോസഫ് എം റൈസ്, ആർ എം തോണ്ടേക്ക്, ബിന്നെറ്റ് സൈമൺ, ഡുബോയസ്. സൈമൻ്റെത് മറ്റേ ടെസ്റ്റ് ആണ്, മറ്റേ പെർഫോമൻസ് അനാലിസിസ് പോലത്തുള്ള ടെസ്റ്റുകളും സൈമൺ അതൊക്കെയാണ് വരുന്നത്, ആറ്റിറ്റ്യൂഡും ഒക്കെ വരുന്നത്. തോണ്ടേക്ക് നമുക്ക് ഓൾറെഡി അറിയാം. കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ജോസഫ് എം റൈസ് ആണ്. The first written examination to test spelling achievement of student was used by Joseph M. Rice. Which of the following statements is true? A valid test will also be reliable as well. A reliable test will also be valid always. A valid test may be or may not be reliable. A reliable test may be or may not be reliable. There is no relationship between reliability and validity. ഇതിൽ ഒരു കാര്യം നമുക്കറിയാം, റിലയബിലിറ്റിയും വാലിഡിറ്റിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. സോ അപ്പോ ഏതായിരിക്കും നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്? എ വാലിഡ് ടെസ്റ്റ് വിൽ ഓൾവേസ് ബി റിലയബിൾ ആസ് വെൽ. ഒരു വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് എപ്പോഴും റിലയബിളും ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ എ റിലയബിൾ ടെസ്റ്റ് മേ ബി ഓർ മേ നോട്ട് ബി വാലിഡ് അല്ലേ. ഒന്നുകിൽ വാലിഡ് ആവാം അല്ലെങ്കിൽ വാലിഡ് അല്ലാതെ. അപ്പം എ ആൻഡ് ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Which of the following statements are correct about Taylorism? Taylorism വീണ്ടും കയറി വന്നു അല്ലേ.
It is also known as scientific management. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു സെലക്ടഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞതിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, അവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഇതൊക്കെ കൊണ്ടുവന്ന ആൾക്കാരെ പറ്റി പഠിക്കുമ്പം അവരുടെ സ്പെല്ലിങ്ങും കൂടി ഓർത്ത് വെച്ച് പറയണം എന്ന് നമ്മൾ, അതായത് അവരുടെ ഈ സ്പെല്ലിംഗ് ഇൻ ദ സെൻസ് അവരുടെ ഫുൾ നെയിം നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവ്. കാരണം അത് എന്തുകൊണ്ട് അത് ഫുൾ നെയിം പഠിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് എന്തുകൊണ്ടെന്ന് ഇതുപോലൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കണ്ടാണ്. ഓക്കെ, കാരണം ഇവിടുത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് കറക്റ്റ് ഇതിന്റെ ഈ ചോദ്യത്തിന്റെ ശരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട്, അതായത് കറക്റ്റ് ആൻസർ ആയിട്ട് വരാത്തത് ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് സാമുവൽ ടൈലർ. ആക്ച്വലി ടൈലറിസം ആര് കൊണ്ടുവന്നതാണ് കോൺസെപ്റ്റ്? It is not by Samuel Taylor, it is Frederick Winslow. FW Taylor ആണ് കൊണ്ടുവന്നത്. ഓക്കെ, ടൈലറിസം സയന്റിഫിക് മാനേജ്മെന്റിലെ FW ടൈലർ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ സാമുവൽ ടൈലർ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സയന്റിഫിക് മാനേജ്മെന്റ്, കറക്റ്റ് ആണ്. ഇനിഷ്യൽ നെയിം ഫോർ അപ്രോച്ച് വാസ് ഷോപ്പ് മാനേജ്മെന്റ്, അതും കറക്റ്റ് ആണ്. ദ തിയറി വാസ് ഡെവലപ്ഡ് ഇനിഷ്യലി വിത്തിൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, അതും കറക്റ്റ് ആണ്. ഒരേ ഒരു ആൻസറേ ഉള്ളൂ ഇൻകറക്റ്റ്, സാമുവൽ ടൈലർ അല്ല, FW ടൈലർ ആണ് കൊണ്ടുവന്നത്. സോ ഹിയർ ഓപ്ഷൻ A, B and C ഉള്ളിയാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ D ഇൻകറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് റിഗാർഡിംഗ് പോക്കായോക്കെ? ഈ പോക്കായോക്കെ നമ്മൾ പാരഗ്രാഫായിട്ട് എടുത്തു വെച്ച് പഠിച്ച സാധനമാണ്. ഈ പോക്കായോക്കെ എന്നുള്ളത് കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ തവണയുള്ള ക്വസ്റ്റ്യൻ ആണോ അതിനു മുമ്പാണോ? ഈ പോക്കായോക്കെ ഇൻക്ലൂഡ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസും ചോദിച്ചു തുടങ്ങിയതാ. നോക്കൂ, ദ ടേം പോക്കായോക്കെ ഓറിജിനേറ്റഡ് വിത്ത് ദി ജാപ്പനീസ് ബാക്കായോക്കെ, കറക്റ്റ് ആണ്. ദെൻ the contact method of Poka-yoke identifies defects through physical attributes. പിന്നെ the fixed value method of Poka-yoke is used in a process with a non-recurring activity. The motion step method of Poka-yoke determines whether prescribed steps are completed in order. നോക്കൂ, ഇവിടെ മൂന്നാമത്തെ the fixed value method of Poka-yoke is used in process with non-recurring activity. അത് Poka-yoke വെച്ച് നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിലെ ഇൻകറക്റ്റ് ആണ്. So here A, B and D are correct. So അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, കോൾബ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മോഡൽ ഫോളോസ് ദ സൈക്കിൾ. കോൾബിന്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മോഡൽ കണ്ടോ, നമ്മൾ കോൾബിനെ വിട്ടുപോയി എന്ന് വിചാരിച്ചു, ഇല്ല, കോൾബും ഇവിടെ എത്തി. Formation of abstract concepts and generalization. Students make their own observation, concrete experiences, testing implication of concept in new situation, then reflections. കോൾബിന്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മോഡലിന്റെ സൈക്കിൾ ആണ് ചോദിക്കുന്നത്. ആദ്യം കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, then comes to students make their own observation, then comes reflections. ഓൺ ഒബ്സർവേഷൻ വരുമ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഒരു സമയത്ത് ഒരു റിഫ്ലക്ഷൻ ഫീൽ ചെയ്യും. then reflections, then comes എന്താണ് formation of abstract concepts and generalization, then last comes testing implication of the concepts in new situation. So this is option 2 ആണ് ഇവിടെ correct answer ആയിട്ട് വരുന്നത്. Now match the list 1 with list 2. Mental retardation, learning disability, autism spectrum disorder, attention deficit hyperactivity disorder. ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് എന്താണ്? ലിസ്റ്റ് 2 അച്ചീവ്മെന്റ് പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്പൻസി, ഇമ്പൾസീവ് ബിഹേവിയർ, ഇന്റലിജൻസ് കോഷ്യന്റ്, സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. മെന്റൽ റിട്ടാർഡേഷൻ.
സോ ഇവിടെ വരുന്ന മെന്റൽ റിട്ടാർഡേഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IQ ആയിട്ട് അല്ലേ? IQ ലെവൽ 70 താഴെ വരുന്നവർക്ക് നമ്മൾ ഓരോ തരത്തിൽ എഡ്യൂക്കബിളി മെന്റലി റിട്ടാർഡ്, ട്രെയിനബിളി മെന്റലി റിട്ടാർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ക്ലാസിഫിക്കേഷൻസ് താഴേക്ക് പോകുന്നുണ്ട്. സോ IQ ബിലോ 25 ഉള്ളവരെ നമുക്ക് കുറച്ചും കൂടി ഹൈലി കെയർഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും മെന്റൽ റിട്ടാർഡേഷൻ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് കാൽക്കുലേഷൻ നമ്മൾ പറയാറുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ A എന്ന് പറയുന്നത് നമുക്ക് 3യുമായിട്ട് ലിങ്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഒരെണ്ണം കിട്ടിയല്ലോ. അപ്പൊ ഇനി നമ്മൾ നോക്കിക്കേ, A 3യുമായി ലിങ്ക് ചെയ്താൽ നമുക്ക് ബാക്കി ഏതിനെ? 2ഉം 4ഉം 1ഉം 3യും എടുത്തിട്ട് 2ഉം 4ഉം നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയാം. ഇനി അടുത്തത് നോക്കൂ, ലേണിംഗ് ഡിസബിലിറ്റീസ് എപ്പോഴും എന്താണ്? അച്ചീവ്മെന്റ് പൊട്ടൻഷ്യൽ, അതായത് നമ്മൾ ആ പ്രായം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? സോ അപ്പൊ അവിടെ അച്ചീവ്മെന്റ് പൊട്ടൻഷ്യൽ ഡിസ്ക്രിപ്പൻസി ആണ് ഉണ്ടാവുന്നത്. സോ അപ്പൊ അത് B1 എന്ന് എടുക്കുക. അപ്പൊ പിന്നെ ബാക്കി നോക്കൂ, C വരുന്നത് ഏതാണ്? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് ആണ്. ദെൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, കണ്ണടച്ചുകൊണ്ട് നമുക്കറിയാം ഇമ്പൾസീവ് ബിഹേവിയർ ആണ്. സോ ഹിയർ ഓപ്ഷൻ 1 is the correct answer. So with this നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി PYQന്റെ അകത്ത്, അതായത് ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് സ്കോറിന്റെ ഒരു പ്രോബ്ലം ആണ്. അത് നമ്മൾ പെർഫോമൻസിന്റെ വെച്ചിട്ട് അത് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എവിടെ? നമ്മുടെ PYQ ഡിസ്കഷന്റെ അകത്ത്, മറ്റേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. സോ വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.